അങ്ങനെ ആദ്യമായി പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയിൽ അവർ പ്രതിയായിട്ട് ഒരു കേസ് വന്നിരിക്കുന്നു. വളരെ സമർത്ഥമായിട്ടാണ് അവർ കമ്പനി ഓപ്പറേഷൻ നടത്തിയത്. CMRലുമായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ നടത്തിയത് അത്യന്തം സാമർഥ്യത്തോടെയായിരുന്നു. അതിൽ അച്ഛൻ്റെ സ്വാധീനം, പിണറായി വിജയൻ്റെ സ്വാധീനം നിങ്ങൾക്കറിയാമല്ലോ. ആ സ്വാധീനം, മറ്റ് ബന്ധങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ച് കേസ് ഇല്ലാതെയാക്കാൻ CMRലും വീണ തൈക്കണ്ടിയിലും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. ബട്ട് നടന്നില്ല. ഇതിൽ നിങ്ങൾ നോക്കുക, വീണ തൈക്കണ്ടിയിൽ സംശയകരമായ ഒരു കോൺട്രാക്റ്റ് CMRലുമായിട്ട് നടത്തുന്നു, പൈസ വാങ്ങുന്നു. അതവിടെ വിട്ടിരുന്നെങ്കിൽ ആർക്കും കേടില്ലാതെ പോയേനെ. അതിന് അത് ടാക്സ് ഒഴിവ് വേണം എന്ന് പറഞ്ഞിട്ട് CMRൽ ഇൻകം ടാക്സുമായിട്ട് തർക്കിച്ചു. ഇൻകം ടാക്സുകാർ റെയ്ഡ് ചെയ്തു. അതിൽ രാഷ്ട്രീയക്കാർക്ക്, മാധ്യമങ്ങൾക്ക്, അവർക്ക് ഇവർക്ക് കൊടുത്ത കാശ്, അതിൻ്റെ കണക്ക് ഒക്കെ പൊങ്ങി വന്നു. ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പിൽ ഒരു കാര്യം നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരൊരു സെറ്റിൽമെൻറ്റ് പറയും, ശരി ഇത്ര രൂപ അടയ്ക്കുക എന്നൊക്കെ പറയും. അവർക്ക് തടവിലിടാൻ വരെ അധികാരമുണ്ട് കേട്ടോ. ബട്ട് ഒരു കാര്യം മാത്രം, അവരുടെ മുമ്പിൽ വരുന്ന വസ്തുതകൾ മറ്റൊരു കേസിന് വേണ്ടി ഉപയോഗിച്ചു കൂടാ. എവിഡൻഷ്യറി വാല്യൂ ഇല്ല. ഇത് നിയമത്തിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മളെ കളമശ്ശേരിയിലെ മിസ്റ്റർ ഗിരീഷ് ബാബു, അദ്ദേഹം നിർഭാഗ്യവശാൽ മരിച്ചുപോയി. അദ്ദേഹം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഈ തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മൂവാറ്റുപുഴ കോടതി അത് തള്ളി അപ്പീൽ ഫയൽ ചെയ്തിരിക്കുമ്പോഴാണ് ഗിരീഷ് ബാബുവിൻ്റെ മരണം. പാരലായിട്ട് നമ്മളുടെ മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും ഇതേ തെളിവുകളൊക്കെ വെച്ചിട്ട് ആ കേസ് ഫയൽ ചെയ്തു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയും അത് തള്ളി. കാരണം ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ വന്ന കാര്യങ്ങൾ എവിഡൻഷ്യറി വാല്യൂ ഇല്ലാത്തതാണ്. അത് രഹസ്യമാണ്. ഇതെങ്ങനെയോ പരസ്യമായിപ്പോയി. അതുകൊണ്ട് അതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ വന്നു. ഇതിനിടയ്ക്ക് ഷോൺ ജോർജ് ഈ കാര്യത്തിൽ ഇടപെട്ടു. ഷോൺ ജോർജാണ് ആദ്യമായിട്ട് SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അന്വേഷണ ഏജൻസി ഉണ്ടെന്നും കമ്പനി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ അവർക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞ്, അതുകൊണ്ട് SFIO അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ആദ്യം എത്തുന്നത് ഷോൺ ജോർജാണ്. മലയാളികൾ ആദ്യമായിട്ട് SFIO എന്താണ് എന്ന് മനസ്സിലാക്കിയത് ഷോൺ ജോർജിലൂടെയാണ്. ഷോൺ ജോർജിൻ്റെ ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് വെറുതെ വെർബലി ചോദിച്ചു, അല്ല എന്തുമായിക്കോട്ടെ, നിങ്ങൾക്കൊരു SFIO അന്വേഷണം പ്രഖ്യാപിച്ചാൽ എന്താ? അന്വേഷണമല്ലേ, എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് ചോദിച്ചു. കേന്ദ്ര സർക്കാർ 2 ദിവസത്തിനകം മറുപടി നൽകാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഗണ്ടൻ മറുപടി അങ്ങോട്ട് കൊടുത്തു, ഞങ്ങൾ SFIO അന്വേഷണം പ്രഖ്യാപിച്ചു. ബസ്, അതോടെ ഷോൺ ജോർജിൻ്റെ കേസ് തീർന്നു. SFIO അന്വേഷണം വേണമെന്നാണ് കേസ്. SFIO അന്വേഷണം കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് കേസിനെയും മുന്നോട്ട് പോകേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞു. എന്നാൽ ഈ SFIO അന്വേഷണം നിയമവിരുദ്ധമാണെന്നും അത് നിർത്തിവെക്കണമെന്നും മറ്റും പറഞ്ഞ് CMRൽ ഡൽഹി ഹൈക്കോടതിയിൽ പോയി. CMRൽ പോകുന്നത് വീണ തൈക്കണ്ടിലിന് വേണ്ടിയിട്ടാണല്ലോ. എന്തുമായിക്കോട്ടെ, ഡൽഹി ഹൈക്കോടതി 2 ഭാഗവുമൊക്കെ കേട്ടിട്ട് ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്തു. ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ജഡ്ജ്മെൻറ്റ് ഏതെങ്കിലും ഒരു ദിവസം പറയുന്നതാണ്. മാസം 3 കഴിഞ്ഞു. ഈ ജഡ്ജ്മെൻറ്റ് പറയേണ്ട ജഡ്ജിക്ക് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ആ ജഡ്ജി എന്ത് ചെയ്തു? വേണമെങ്കിൽ ആ സമയത്ത് ജഡ്ജ്മെൻറ്റ് എഴുതിയിട്ട് കേസ് തീർക്കാം. അതിന് പകരം അങ്ങേര് ഈ ഏടാകൂടത്തിൽ തലയിടുന്നില്ല എന്ന് തീരുമാനിച്ച് കാണും. പുള്ളി ഇത് അപ്രോപ്രിയേറ്റ് ബെഞ്ചിന് വിടാനായിട്ട് ചീഫ് ജസ്റ്റിസിന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ഇട്ടിട്ട് അദ്ദേഹം അങ്ങ് മുങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ അത് ആര് കേൾക്കും, എന്ത് കേൾക്കും എന്നറിയില്ല. മാത്രമല്ല
ആര് കേട്ടാലും ശരി വാദം ആദ്യം മുതൽ പറയണം. ഇത് പണിയാണെന്ന്. ഒരു കേസ് ആദ്യം മുതൽ നിങ്ങൾ വാദിക്കണം. അതാണ് ആ ചട്ടം. അല്ലാതെ മറ്റൊരാൾ കേട്ട് കംപ്ലീറ്റ് ആക്കി ഇനി വിധി പറയാനേ ഉള്ളൂ, അതിന് ഞാനങ്ങ് വിധി പറഞ്ഞേക്കാം എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല, ഒരു ജഡ്ജിക്കും പറയാൻ പറ്റില്ല. അദ്ദേഹം പുതിയതായിട്ട് ഈ വാദങ്ങളെല്ലാം കേൾക്കണം. ഏതായാലും അത് ഉടനെ ഒന്നും നടക്കില്ല എന്ന് സാരം. ഇതിങ്ങനെ അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോഴാണ് SFIO അവരുടെ റിപ്പോർട്ട് എറണാകുളത്ത് കോടതിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്, കുറ്റപത്രം. അതിൽ ഒന്നാം പ്രതി വീണ തൈക്കണ്ടിയിൽ തന്നെ. ഇത് ആദ്യമായിട്ട് വീണ തൈക്കണ്ടിയിലിനെ പ്രതിയാക്കി ഒരു കേസ് ഫയൽ ചെയ്യിക്കാൻ ഷോൺ ജോർജിന് സാധിച്ചെങ്കിൽ ഷോൺ ജോർജ് ആൺകുട്ടിയാണ്. ഫൈറ്റ് ചെയ്യാൻ ഷോണിന് അറിയാം. നോക്കും, മറ്റുള്ളവരെല്ലാം വിജിലൻസ് വഴി പോയപ്പോൾ ആ വഴി ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് SFIO അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ട് കോടതിയിലെത്തിയ ഷോൺ ജോർജ് അസാമാന്യ ലീഗൽ നോളജുള്ള ബുദ്ധിമാനായ ഒരു വക്കീലാണ്. എല്ലാവരും ഈ വിജിലൻസ് എന്ന് പറഞ്ഞ് നടക്കും. വിജിലൻസിൻ്റെ അർത്ഥശൂന്യത ഒന്ന്, ഈ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ തെളിവല്ല, അത് കോടതി തെളിവായിട്ട് എടുക്കില്ല എന്ന് ഷോണിന് നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ വേറൊരു വഴിയിൽ ഇവരെ പൂട്ടുകയല്ലാതെ മാർഗമില്ല. ആ വഴി കണ്ടുപിടിച്ചിട്ട് ആ വഴി കോടതിയിൽ എത്തിച്ചിട്ട് അങ്ങനെ SFIO അന്വേഷണം തുടങ്ങി വെച്ചത് ഷോൺ ജോർജാണ്. SFIO അവരുടെ കുറ്റപത്രത്തിൽ പറയുന്നത്, ഞങ്ങൾ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റിൻ്റെ തെളിവൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, അവരായി അവരുടെ പാടായി. ഞങ്ങൾ കമ്പനി രജിസ്ട്രാർമാർ വഴി ചെന്നൈയിൽ, പോണ്ടിച്ചേരിയിൽ, ബാംഗ്ലൂരിൽ, കേരളത്തിൽ ഒക്കെ കമ്പനി രജിസ്ട്രാർമാരുടെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് അതിൽ നിന്നാണ് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഫ്രോഡാണെന്ന് കണ്ടെത്തിയിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്നാണ് അവരുടെ വാദം. അപ്പോൾ കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ചെന്നിരിക്കുന്നത് വാലിഡായിട്ടുള്ള തെളിവുകളാണ്. മറ്റത് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തെളിവുകൾ എന്ന് പറഞ്ഞാൽ അത് തെളിവൊക്കെയാണ്, സാമാന്യ ബുദ്ധിക്ക് അത് തെളിവാണ്, പക്ഷെ നിയമപരമായിട്ട് അത് തെളിവല്ല. ഇതെങ്ങനെയാണ് ഇങ്ങനൊരു ഏടാകൂടം സംഭവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ സെൻസസ് എടുക്കുമല്ലോ, സെൻസസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് സത്യം പറയണമെന്നാണ്. ബട്ട് ആ സത്യം നമുക്കെതിരെയുള്ള കേസിൽ തെളിവായിട്ട് എടുത്തുകൂടാ. ഇതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു മനുഷ്യന് എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. സത്യം പറ, എത്ര കുട്ടികളുണ്ട്? അത് 3 പേരുണ്ട്. അവരെ ഞാൻ ഒരു ഭാര്യയെയും അതിലുള്ള കുട്ടിയെയും ഞാൻ തമിഴ്നാട്ടിൽ ഇന്ന സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. ശരി, സാരമില്ല. സെൻസസുകാർ ഇയാൾക്ക് 2 ഭാര്യമാർ 3 കുട്ടികൾ എന്ന് എഴുതിക്കൊണ്ട് പോകും. 2 ഭാര്യയും 3 കുട്ടികളുമുണ്ട് എന്ന് സെൻസസിൽ വന്നതിനാൽ തമിഴ്നാട്ടിലെ ഭാര്യ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ട് എനിക്ക് അവകാശം വേണം അത് ഇതെന്ന് പറഞ്ഞിട്ട് സെൻസസിൽ ഇയാൾ കൊടുത്ത വിവരം ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിവായിട്ട് എടുക്കില്ല. നിങ്ങൾക്ക് മറ്റു രീതിയിൽ നിങ്ങൾ ഭാര്യയാണെന്നും ഇയാളുടെ കുട്ടിയാണെന്നും തെളിയിക്കേണ്ടി വരും. സെൻസസിലെ കണക്ക് തെളിവായിട്ട് എടുക്കില്ല. അതുകൊണ്ട് സെൻസസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ വരുമാനം പറയാം. നിങ്ങൾക്ക് ഒരു മാസം വരുമാനം 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ സെൻസസിൽ അത് 10 ലക്ഷം എന്ന് പറയുക. സെൻസസ് സത്യാവസ്ഥ അറിയാനുള്ളൊരു കണക്കെടുപ്പാണ്. ഈ 10 ലക്ഷം എന്ന് സെൻസസിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് 10 ലക്ഷത്തിൻ്റെ ടാക്സ് കൊണ്ടുപാടുമോ എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സുകാർക്ക് നിങ്ങളെ പിടിക്കാൻ സാധ്യമല്ല. മറ്റേതെങ്കിലും വഴിയിൽ പിടിക്കാം, പക്ഷേ സെൻസസ് റിപ്പോർട്ട് വെച്ചിട്ട് നിങ്ങളെ പിടിക്കാൻ സാധ്യമല്ല. ഇതാണ് ചില സ്ഥലത്ത് തെളിവാകുന്നതും മറ്റൊരു സ്ഥലത്ത് തെളിവല്ലാതാകുന്നതും. ഇതാണ് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ വരുന്ന തെളിവുകൾ തെളിവ് മൂല്യമില്ലാത്തതാണ് എന്ന് പറയുന്നത്. അതൊരു സെറ്റിൽമെൻറ്റ് ബോർഡാണ്, കാര്യങ്ങൾ തീർക്കാനുള്ള ബോർഡാണ്. അവിടെ സത്യാവസ്ഥ പറഞ്ഞിട്ട് സാർ ഇങ്ങനെയൊക്കെയാണ്, ശരി ആയിക്കോട്ടെ, ഇത്ര രൂപ പിഴയടയ്ക്ക് അവർക്ക് തടവിലിടാം. പക്ഷേ CMRLൻ്റെ കാര്യത്തിൽ അവർ തടവ് ഒഴിവാക്കി പിഴയിട്ടു 180 കോടിയോ അങ്ങനെയൊക്കെ മൊത്തം ടാക്സും പിഴയും ഒക്കെ ആയിട്ടിട്ടു. ആ കേസ് അവസാനിച്ചു. അതിലെ തെളിവുകൾ എടുത്തുകൂടാ. SFIO പറയുന്നു, ഞങ്ങൾ എടുത്തിട്ടില്ലപ്പാ, ഞങ്ങൾ മറ്റു രീതിയിൽ അന്വേഷിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണല്ലോ എല്ലാ കമ്പനികളുടെയും കണക്കും ചട്ടവും ചട്ടവിരുദ്ധവുമായ കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കുന്നത് അവരാണ്.
അവർക്കത് പരിശോധിക്കാൻ അവകാശമുണ്ട്. അവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഞങ്ങൾ കേസെടുത്തിരിക്കുന്നത്. അത് ന്യായമായ ഒരു കാര്യമാണല്ലോ. ഇതാണ് വീണ തൈക്കണ്ടിലിനെ പൂട്ടാനുള്ള വഴി എന്ന് തിരിച്ചറിഞ്ഞ കേരളത്തിലെ ഏക മനുഷ്യൻ അഥവാ രാഷ്ട്രീയക്കാരൻ ഷോൺ ജോർജാണ്. അതുകൊണ്ട് ഷോൺ ജോർജ് നമ്മുടെ എല്ലാം അഭിനന്ദനം അർഹിക്കുന്നു. ഒരു സംശയവുമില്ല, ആൺകുട്ടിയാണ് ഷോൺ ജോർജ്. ഇനി ആ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇവർ 110 തടസ്സങ്ങളൊക്കെ കൊണ്ടുവരും. കുറ്റപത്രം റദ്ദാക്കണമെന്ന് പറയും, ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കും, അപ്പീൽ പോകും, റിവ്യൂ പോകും, അത് പോകും, ഇത് പോകും, ഒക്കെ പോകും. എന്തൊക്കെയാണെങ്കിലും വീണ തൈക്കണ്ടിലിനെ പ്രതിയാക്കിയിട്ട് കേരളത്തിലെ ഒരു കോടതിയിൽ ഒരു കേസ് എത്തിക്കുക എന്ന് പറയുന്ന ഹിമാലയം കയറുന്ന ജോലി, ഭഗീരഥ പ്രയത്നം, അത് ചെയ്തതിന് ഷോൺ ജോർജിനെ അഭിനന്ദിക്കാതെ വയ്യ. നിങ്ങൾ ഇത് പറയുമ്പോൾ ഷോൺ ജോർജ് BJP ആണ്, BJPക്കാരനെ മോഹൻദാസ് പൊക്കി പറയുന്നു. അങ്ങനെയൊന്നുമല്ല. ഷോൺ ജോർജ് BJPക്കാരനല്ലായിരുന്നു എന്ന് വെച്ചോ, അപ്പോഴും ഷോൺ ജോർജ് ചെയ്തത് ഒരു സ്റ്റെർലിംഗ് ജോബല്ലേ, ഒരു ഫെൻറ്റാസ്റ്റിക് ജോബല്ലേ. ഒരു രാജ്യത്തെ അടക്കി ഭരിക്കുന്ന, എന്ത് അതിക്രമവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിയാക്കി ഒരു കേസ് ലോവർ കോർട്ടിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. സകല അടിയും തടയും കള്ളത്തരവും കൊളരുതായ്മയും പഠിച്ചവനും അത് പ്രയോഗിക്കാൻ മടിയില്ലാത്തവനുമാണ് പിണറായി വിജയൻ എന്ന് എല്ലാവർക്കും അറിയാം. അവർ മധുരയിൽ അവരുടെ പാർട്ടി കോൺഗ്രസ്, ഈ കമ്മ്യൂണിസ്റ്റുകാരെ എണ്ണം കൂടി കഴിയുമ്പോൾ കോൺഗ്രസ് എന്നാണല്ലോ വിളിക്കുന്നത്, എന്തുമായിക്കോട്ടെ, പാർട്ടി കോൺഗ്രസ്സിൽ വലിയ വീമ്പിളക്കിക്കൊണ്ടിരുന്ന സമയത്താണ് എറണാകുളത്ത് SFIO കുറ്റപത്രം കൊടുക്കുന്നത്. അതോടുകൂടി പാർട്ടി കോൺഗ്രസിൻ്റെ കംപ്ലീറ്റ് ദിശ തന്നെ മാറിപ്പോയി. എന്ത് ചെയ്യും? പിണറായി വിജയൻ്റെ മകൾ കുറ്റക്കാരിയാണ് അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് പറയാൻ CPMൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? CPM അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് എന്നൊക്കെ പറയുമെങ്കിലും ഇതിന് കാശ് മുടക്കുന്നത് പിണറായി വിജയനാണല്ലോ. പിണറായി വിജയനെ ഓച്ചാനിച്ച് നിൽക്കാതെ കേരളത്തിലല്ല, കേരളത്തിന് പുറത്തു പോലും പാർട്ടിക്കാർക്ക് രക്ഷയില്ല. കാരണം കഞ്ഞി കുടിക്കാൻ, ചായ കുടിക്കാനുള്ള കാശ് കൊടുക്കുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ എങ്ങനെ എതിർക്കാൻ പറ്റും? അതുകൊണ്ട് എല്ലാവരും ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് ഇത്. ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെ വയ്ക്കുക. സകല കേസിനും ഒരു പൊളിറ്റിക്കൽ എലമെൻ്റ് ഉണ്ടാവും, ഇല്ലേ? പൊളിറ്റീഷ്യൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കേസിന് പൊളിറ്റിക്കൽ എലമെൻ്റ് ഉണ്ടാവും. അതാർക്കും ഒഴിവാക്കാൻ പറ്റില്ല. CPMകാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോലീസിനെ ദുരുപയോഗം ചെയ്തു എന്ന് പറയും. BJPയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളെ CPM ശ്വാസം മുട്ടിക്കുന്നു എന്ന് പറയും. ആയിരിക്കാം, കിട്ടിയ തക്കത്തിന് ശ്വാസം മുട്ടിക്കുന്നതായിരിക്കാം. പക്ഷെ അപ്പോഴും കേസാണ്. ഇപ്പോൾ എൻ്റെ അയൽവക്കത്ത് ഒരു SDPIക്കാരൻ താമസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളുടെ അതിരിലേക്ക് കയറ്റിയാണ് ഞാൻ വേലി കെട്ടിയിരിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അയാൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നു, എൻ്റെ വേലി പൊളിക്കാൻ അല്ലെങ്കിൽ മതിൽ പൊളിക്കാൻ എന്ന് പറഞ്ഞിട്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ? ആണ്. കാരണം ഞാൻ SDPI വിരുദ്ധനാണ്. എനിക്കൊരു പാര വയ്ക്കാൻ അയാൾ ചാൻസ് നോക്കിയിരിക്കുകയായിരുന്നു. കിട്ടി, അവ പാര വെച്ചു. രാഷ്ട്രീയ പ്രേരിതമല്ലേ? ആണ്. എന്നാൽ അതൊരു കേസല്ലേ? കേസാണ്. കാരണം ഞാൻ അങ്ങേരുടെ വസ്തു കയ്യേറിയാണ് എൻ്റെ വേലി കെട്ടിയിരിക്കുന്നത്. അതൊരു സത്യമല്ലേ? അതൊരു കേസല്ലേ? അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സമ്മതിച്ചാൽ പോലും ചില കേസുകൾ തന്നെയാണ്, അതിന് മെരിറ്റുണ്ട്. അതുകൊണ്ട് SFIO അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ ഇതിന് സമാധാനം പറ, കേസിന് സമാധാനം പറ. അതാണല്ലോ ചെയ്യേണ്ടത്. രാഷ്ട്രീയ പ്രേരിതം ആർക്കും പറയാവുന്നൊരു വാക്കാണ്. അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളാണ്, അതുകൊണ്ട് എന്താ മുഖ്യമന്ത്രിയുടെ ഭാര്യയെ പിടിക്കാഞ്ഞത്? മുഖ്യമന്ത്രിയെ പിടിക്കാഞ്ഞത് എന്താ? ഇനി പിടിക്കുമായിരിക്കും, എന്തുവാകട്ടെ. ഇതോടെ വേറൊരു അഭ്യൂഹത്തിനും തിരശ്ശീല വേണു. അതായത് ഡൽഹിയിൽ നിർമ്മലാ സീതാരാമൻ പിണറായി വിജയനെ അങ്ങോട്ട് ചെന്ന് കണ്ടു. അത് കേസ് ഒതുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വാൻ ബഹളവും സംഗതിയായി. അവർ മന്ത്രിയല്ലേ, അവർക്ക് അവരുടെ ഓഫീസിലേക്ക് പിണറായിയെ വിളിച്ചു വരുത്തി സംസാരിക്കാമായിരുന്നില്ലേ? എന്തിനവർ അങ്ങോട്ട് പോയി? ഞാനത് കണ്ടപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. ഈ നിർമ്മലാ സീതാരാമൻ ഒരു സാധു സ്ത്രീയാണ്, ഗവർണറും ഉണ്ട്. അവർ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും ഇവിടെയുണ്ട്,
അപ്പോൾ നിർമ്മലയ്ക്ക് ഒന്നിങ്ങോട്ട് വരാൻ പറ്റുമോ, നമുക്ക് പ്രാതലും ഒന്നിച്ച് കഴിക്കാം. ഓ അതിനെന്താന്ന് പറയുന്നു. അവർ ഒരു വണ്ടിയുമായിട്ട് പോകുന്നു. അവരുടെ വണ്ടിക്ക് പിണറായി വിജയൻ്റെ കാറിൻ്റെ 4 വിലയേ ഉള്ളൂ കേട്ടോ. അവരൊരു മാരുതിയുടെ മറ്റൊരു സാധാരണ കാറ്, എ സി ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ചൂടല്ലേ, എ സി ഒക്കെ ഉണ്ട്. ആ കാറിൽ അവർ വരുന്നു. വലിയ പടഹങ്ങളോ ആരവങ്ങളോ ഒന്നുമില്ല. വൺ സെക്യൂരിറ്റി, ബ്ലാക്ക് കാറ്റ്സ്, കുന്തം കുറുടി, ഈ പരിപാടിയൊന്നുമില്ല. അവർ വന്നു, അവരൊറ്റയ്ക്കാണ് വന്നത്, സെക്രട്ടറി ഇല്ല, ആരുമില്ല കൂടെ. അവർ പോയി സംസാരിച്ചു, പിരിഞ്ഞു. ഇതിനാണ് ഈ വേണ്ടാത്ത ബഹളം മുഴുവൻ ഉണ്ടായത്. ഇപ്പം എന്തായി? അവരെ സ്വാധീനിച്ച് അവർ കേസ് ഒതുക്കിത്തരാം. കാരണം SFIയോ ഫൈനാൻസ് മിനിസ്റ്ററുടെ കീഴിലാണ്. അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ, എടോ ആ കേസ് കുറ്റപത്രവും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, അവിടെ കിടക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചത്. അങ്ങനെയൊന്നും പറയുന്ന കൂട്ടത്തിലല്ല നിർമ്മലാ സീതാരാമൻ. ചായ കുടിച്ചു അല്ലെങ്കിൽ ദോശ തിന്നു എന്നുള്ള പേരിൽ കേസ് ഒതുക്കി തീർക്കുന്ന പരിപാടിയൊന്നും ആ സ്ത്രീക്കില്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഏതായാലും ഷോൺ ജോർജിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു.